ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യെ ഞാൻ ഇങ്ങനെ ഒരു കൊന്തയിടുന്നുണ്ട്. എൻ്റെ കോളേജിൽ നിന്ന് ചില ആൾക്കാർ ചോദിച്ചു, എന്തിനാണ് സാറ് ഈ കൊന്തയിട്ടുകൊണ്ട് നടക്കുന്നത്? ഞാൻ ഡാനിയലച്ചൻ്റെ ഒരു ടോക്ക് കേട്ടായിരുന്നു. ഈ റുവാണ്ട എന്ന് പറഞ്ഞൊരു സെൻട്രൽ ആഫ്രിക്കൻ രാജ്യത്ത് 1994 ഒരു ജെനോസൈഡ് നടന്നു. അത് പിന്നെ ടുട്സി എന്ന് പറഞ്ഞ വംശത്തിൽപ്പെട്ട 10 ലക്ഷത്തിലധികം ആൾക്കാരെ ഒരു 3 മാസം കൊണ്ട് കൊന്നൊടുക്കി. അപ്പോൾ അതിൽ രക്ഷപ്പെട്ട ഒരു കാത്തലിക് ആയിട്ട് ഒരു പെൺകുട്ടിയുണ്ട്, ഇമ്മാക്കുലി ഇലിബഗീസ്. അന്ന് അവർക്ക് 24 വയസ്സേ ഉള്ളൂ. ഭയങ്കര ഡിവോയിട്ട് ആയിട്ടുള്ള ഒരു കാത്തലിക് കുടുംബമായിരുന്നു അവരുടേത്. അപ്പോൾ അവർ ചെറുപ്പം മുതൽ ജപമാലയൊക്കെ ചൊല്ലി ശീലിച്ച് വന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ അവൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ആ ജിനോസൈഡ് അവൾ അതിജീവിച്ച ലെഫ്റ്റ് ടു ടെൽ എന്ന് പറഞ്ഞൊരു പുസ്തകം. ആ പുസ്തകം വായിച്ചാൽ അവൾ എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്. അവൾ രക്ഷപ്പെട്ടതിലല്ല അവൾ മഹത്വം കാണുന്നത്. അവൾ ഒരു ബാത്റൂമിൽ 91 ദിവസം മറ്റ് 7 ടുട്സി സ്ത്രീകളോടൊപ്പം വളരെ പരിതാപകരമായ അവസ്ഥയിൽ കഴിഞ്ഞിട്ടാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ആ ബാത്റൂമിലേക്ക് കയറിയ സമയത്ത് അവൾക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. കാരണം ടുട്സിയായി പിറന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ ഒരു അനുഭവം ഉണ്ടായത്. പക്ഷേ അതിൽ കയറി 2 ദിവസം കഴിഞ്ഞ മുതൽ അവൾക്കൊരു പെട്ടെന്നൊരു പ്രചോദനം ഉണ്ട്. അവൾ ജപമാല ചൊല്ലാൻ തുടങ്ങി. വേറൊന്നും ചെയ്യാനില്ല, ശ്വാസം വിടാൻ പറ്റത്തില്ല. ശ്വാസം വിട്ടാൽ പുറത്തുള്ള ആൾക്കാർ ഇവളെ ഒളിച്ചിരിക്കുന്ന മനസ്സിലാക്കി ഇവരെ കൊല്ലുകയും പീഡിപ്പിക്കുകയും ചെയ്യും. ആ ഒരു അനുഭവം വിവരിക്കുന്ന ഒരു പുസ്തകം ഞാൻ വായിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ ലെഡ് ബൈ ഫെയ്ത്ത് മറ്റൊരു പുസ്തകം എഴുതി. മൂന്നാമത് ദ റോസറി എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. അത് നമ്മുടെ ജപമാലയിലെ 20 രഹസ്യങ്ങളെക്കുറിച്ചുള്ള ആഴമായ, അവളെ പ്രാക്ടിക്കലായിട്ട് അവളെ സ്വാധീനിച്ച കാര്യങ്ങൾ ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നി, നമ്മളൊക്കെ ചെറുപ്പം മുതലേ ജപമാല ചൊല്ലാറുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ ഒരു സുഖപ്പെടുത്തുന്ന ഒരു പവർ അത് മനസ്സിലാക്കി തന്നെ നമ്മൾ ജപമാല ചൊല്ലണം എന്നുള്ളൊരു കാര്യമാണ് ബോധ്യം.